Hi students, welcome to Beauty of Max. In the S2 Max മെയിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. 2023 അഡ്മിഷന് ഒരു ക്വസ്റ്റ്യനും 2018 തൊട്ട് 2022 വരെ സപ്ലിമെൻ്ററി ഓർ ഇമ്പ്രൂവ്മെൻറ്റിന് മറ്റൊരു ക്വസ്റ്റ്യനുമായിരുന്നു. 2023 അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ട് 3 മൊഡ്യൂളാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ഇൻ്റഗ്രേഷൻ, സെക്കൻഡ് വെക്ടർ, തേർഡ് കോർഡിനേറ്റ് ജോമെട്രി. അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സെക്കൻഡ് കോർഡിനേറ്റ് ജോമെട്രിയും തേർഡ് വെക്ടറും ഇത്തരത്തിലാണ്. അതിൽ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നീതി പുലർത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മുടെ സിലബസ് പ്രകാരം വളരെ വ്യക്തമായിട്ട് അവിടെ ഓരോ മൊഡ്യൂളും പഠിപ്പിക്കേണ്ട അവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ 36 ഹവറാണ് പഠിപ്പിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂൾ 18 ഹവറും തേർഡ് മൊഡ്യൂൾ 18 ഹവറും. അതായത് സെക്കൻഡ് തേർഡ് മൊഡ്യൂളുകൾ പഠിപ്പിക്കാനെടുക്കുന്ന അതേ ടൈമാണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിപ്പിക്കാൻ വേണ്ടത്. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ലെങ്തിയാണ് എന്നർത്ഥം. അത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് പഠിപ്പിക്കാനുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ചോദ്യം എക്സാമിനേഷൻ ചോദിക്കുമ്പോൾ ഇത്രയും വലിയൊരു മൊഡ്യൂളിൽ നിന്ന് അല്പം കാര്യമായ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പല പ്രധാന ഏരിയകളും, പ്രധാനപ്പെട്ട പല ഏരിയകളെന്നല്ല 90% പ്രധാനപ്പെട്ട ഏരിയകളും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ചോദിച്ചതാകട്ടെ മിക്കുള്ളതും പലതും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസും. ഇവിടെ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ദി മൊഡ്യൂൾ ഷുഡ് ബിഗിൻ വിത്ത് റിവൈസിങ് ഇൻ്റഗ്രേഷൻ ടെക്നിക്സ് like integration by substitution, fundamental theorem of calculus, integration by parts, integration by partial fraction, integration by substitution, and the concept of definite integral. The above topics, which can be found in chapter 4 and 7 of text 1 below, are not to be included in the end semester examination. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് ആവശ്യമില്ല, അതൊന്നും ചോദിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് സിലബസ് തുടങ്ങുന്നത്. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നും ഏകദേശം 6-7 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് വേറെ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല. അതിൻ്റെയൊക്കെ മാർക്കുകൾ അതിൻ്റെ യുക്തിപരമായ രീതിയിൽ മറ്റുള്ള ടോപ്പിക്കുകളിലൊക്കെ ആഡ് ചെയ്ത് ചേർക്കുകയോ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് അതിനുള്ള മാർക്ക് കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് പല രീതികളിലാണ് ആൻസർ കീ തയ്യാറാക്കുന്നത്. ഓക്കെ, അത് പിന്നീടുള്ള കാര്യം. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് പറയാനുള്ളത്, ഈ ഇത്രയും വലിയൊരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കേണ്ട ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതും ഔട്ട് ഓഫ് സിലബസും ഒക്കെ ആയത് ഒരു യുക്തിപരമായി നീതിക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി ഏതൊക്കെയാണ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 100-ൽ 100 മാർക്കും മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്രയ്ക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷേ ഈ ഇൻ്റഗ്രേഷനിൽ നിന്നും ഈ ഒരു ചോദ്യങ്ങൾ കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ഒഴിവാക്കിയാൽ തന്നെ ബാക്കിയുള്ള ഇൻ്റഗ്രേഷൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രധാനപ്പെട്ട നമ്മൾ പ്രതീക്ഷിച്ച ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഇത്രയും വലിയൊരു മൊഡ്യൂൾ ആയതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതുമായ ഒരു നെഗറ്റീവ് ഒഴിച്ചു നിർത്തിയാൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം, ഔട്ട് ഓഫ് സിലബസ് അല്ലാത്ത ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായതാണ്. അത് വളരെ ഈസി ക്വസ്റ്റ്യനുമായിരുന്നു ചോദിച്ചത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഈസി ക്വസ്റ്റ്യൻസ് ചോദിച്ചതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇതിൽ ഔട്ട് ഓഫ് സിലബസ് മാത്രം ഞാനെന്താ പറഞ്ഞു പോവാം. ഇതിൽ ഈ 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ സിലബസിൽ ഞാൻ നേരത്തെ വായിച്ചൊരു കണ്ടൻറ്റ് വായിച്ചല്ലോ, അത് പ്രകാരമാണെങ്കിൽ ഇതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാര്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നുള്ളതാണ് സിലബസിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നൊരു ഔട്ട് ഓഫ് സിലബസ്, ഇതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. പിന്നീട് വരുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ 11-ാമത്തെ ക്വസ്റ്റ്യൻ അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. സെക്ഷൻ 4.2-ലാണ്. 4.2 എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് പഠിക്കാനില്ല. അതുപോലെ തന്നെ 12-ാമത്തത് നിങ്ങൾക്ക് +2ൻ്റെ ബേസ് വെച്ച് വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതും ഞാൻ നേരത്തെ വായിച്ച കണ്ടൻറ്റ് പ്രകാരമാണെങ്കിൽ ഇതും ഔട്ട് ഓഫ് സിലബസ് തന്നെയാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ അതും ഔട്ട് ഓഫ് സിലബസ് തന്നെയാണ്. സെക്ഷൻ 4.4-ൽ വരുന്നതാണ്. അത് നമുക്ക് പഠിക്കാനില്ല.
ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. പിന്നീട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട് വന്നു കഴിഞ്ഞാൽ 23ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്ടൺസ് മെത്തേഡ് പഠിക്കാനേ ഇല്ല, യാതൊരു ബന്ധവും സിലബസുമായിട്ടില്ല. 3.7 ആണ് സെക്ഷൻ വരുന്നത്. അങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് സിലബസിൽ അങ്ങനെ ഒരു 3.7 എന്ന് പറയുന്ന സാധനമേ പറയുന്നില്ല, എവിടെയും ടച്ച് ചെയ്യുന്നില്ല. സോ അതും ഔട്ട് ഓഫ് സിലബസ് തന്നെയാണ്. ഇനി 24 ക്വസ്റ്റ്യനും ഔട്ട് ഓഫ് സിലബസ് തന്നെയാണ്. 4.3 സെക്ഷനാണ്, അതും നമുക്ക് പഠിക്കാനില്ല, സിലബസിലില്ല. 25th ക്വസ്റ്റ്യൻ അതും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും 4.6 എന്ന് പറയുന്ന സെക്ഷനിലെ ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് അതൊക്കെ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസാണ്. സിലബസ് കണ്ടാണ് എന്തോ സിലബസിൽ എന്തോ മാറിപ്പോയതാണ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും ഔട്ട് ഓഫ് സിലബസ് വരാൻ സാധ്യതയില്ല. കാര്യം തിരഞ്ഞു പിടിച്ച് ഇൻ്റഗ്രേഷനിൽ ഔട്ട് ഓഫ് സിലബസ് പഠിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതിന് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു സിലബസ് പുള്ളിക്കാരൻ നോക്കിയതിലുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകൾ സിലബസ് നോക്കിയപ്പോൾ മാറിപ്പോയതായിരിക്കാനാണ് സാധ്യത. ഓക്കെ, പ്രധാനപ്പെട്ട ഏരിയകളിലൊന്നും ഇൻ്റഗ്രേഷൻ ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഏരിയ കണ്ടുപിടിക്കാനുള്ള സർഫസ് ഏരിയ, വാഷർ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതും മറ്റ് സെൻട്രോയിഡ്, പിന്നെ അതുപോലെ തന്നെ വേറെ ഏതൊക്കെ സെക്ഷൻസ് വരുന്നത്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വളരെ പ്രധാനപ്പെട്ട ഏരിയ, ഇതൊന്നും ടച്ച് ചെയ്തിട്ടേ ഇല്ല ആ സാധനങ്ങളൊന്നും. അതൊക്കെ ഒരു നിരാശയുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഓവറാൾ എൻ്റെ അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു ഈ ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ. 100ൽ 100 മാർക്ക് മേടിക്കാവുന്ന ക്വസ്റ്റ്യൻ. കാര്യം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടതിൽ വളരെ ഹാപ്പിയാണ്. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നതിനകത്ത് പേടിക്കാനൊന്നുമില്ല. കാര്യം അതിൻ്റെ മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും, എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ മാർക്ക് അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യനിലോട്ട് ആഡ് ചെയ്ത് ചേർക്കുകയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അതിനകത്തുനിന്ന് പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, അന്നേരം വേറെ ഏതെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.